വലിയ ആരാധക വൃന്ദമുള്ള ഒരു സമൂഹത്തിലേക്കാണ് താരപരിവേഷങ്ങളുടെ പകിട്ട് ഉടച്ചെറിഞ്ഞ് ജസ്റ്റിസ് ഹേമ അന്വേഷണ റിപ്പോർട്ട് വെക്കുന്നത്. ഫ്ലെക്സുകളിൽ പാലഭിഷേകം നടത്തിയും തിയേറ്ററുകളിൽ കൈയടിച്ചും ആർപ്പ് വിളിച്ചും മനസ്സിൽ പ്രതിഷ്ഠിച്ചത് ഇത്രയും നാൾ ഇവരെയാണല്ലോ ആരാധിച്ചതെന്ന് ചിലർക്കെങ്കിലും തോന്നിയാൽ തെറ്റു പറയാനാകില്ല. അപർണ പറഞ്ഞ പോലെ വെള്ളിത്തിരയിൽ മാത്രമല്ല, ക്യാമറ ഇല്ലാത്തപ്പോഴും ഇവർ നമ്മുടെ മുമ്പിൽ അഭിനയിക്കുകയായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 86-ാം ഖണ്ഡികയിൽ തലക്കെട്ട് തന്നെ കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് കാസ്റ്റിംഗ് കൗച്ച് എന്നാണ്. ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക എന്നൊക്കെ പറയുന്നത് പോലെ ആർട്ടിസ്റ്റ് ആവുക ഒരു സ്വപ്നമാണ്. അതൊരു പ്രൊഫഷനാണ്. പ്രചോദനമാകുന്ന നല്ല സന്ദേശങ്ങൾ തലമുറയ്ക്ക് കൈമാറേണ്ട മേഖല. അവിടേക്ക് സ്വപ്നങ്ങളുമായി എത്തുന്ന പെൺകുട്ടികൾ ഈ പരസ്യങ്ങൾ കണ്ട് പലപ്പോഴും കാസ്റ്റിംഗ് കാൾ പോലത്തെ പരസ്യങ്ങൾ കണ്ട് അപേക്ഷിച്ചാൽ കാത്തിരിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ തലക്കെട്ടുകളിലേക്കാണ്. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും ചൂഷണയും അവഗണനയും ഒക്കെ നേരിടുന്നുണ്ട് എന്ന് അക്കമിട്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട്. ഹേമ കമ്മിറ്റി ഈ തെളിവെടുക്കാൻ നേരിട്ട ബുദ്ധിമുട്ടുകളും അക്കമിട്ട് നിരത്തുന്നുണ്ട്. പലരും പ്രതികരിക്കാൻ തയ്യാറായില്ല, അങ്ങോട്ട് സമീപിച്ചിട്ടും ഒഴിഞ്ഞു മാറി. അങ്ങനെ നിരവധി അനുഭവങ്ങൾ ഈ റിപ്പോർട്ടിൽ വിവരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരിടത്ത് ഹേമ കമ്മിറ്റി പറയുന്നുണ്ട്, സിനിമയിലെ ഡാൻസർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാവരുടെയും ഞങ്ങൾ ഹേമ കമ്മിറ്റിയാണ്, നിങ്ങളുടെ പരാതികൾ പറയാമെന്ന് ആ വാട്സപ്പ് ഗ്രൂപ്പ് വഴി പറഞ്ഞപ്പോൾ എല്ലാവരും അതിൽ നിന്ന് ലെഫ്റ്റ് ആയിപ്പോയി. പ്രതികരിച്ചാൽ ജോലി ഉണ്ടാകില്ലെന്ന് ഭീഷണിപ്പെടുത്തൽ, അത് ഭയന്നാണ് അത്തരം ഒരു ലെഫ്റ്റ് അടിക്കൽ ഉണ്ടായത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം ഈ റിപ്പോർട്ടിലുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഈ വേട്ടക്കാരുടെ പവർ മനസ്സിലാക്കേണ്ടത്. 15 പേരോളമുള്ള കിച്ചൺ ക്യാബിനറ്റ് പ്രമുഖരാണ് ഈ മേഖല നിയന്ത്രിക്കുന്നത്. ഇന്ന് അധികാര കസേരയിൽ ഇരിക്കുന്ന ജനപ്രതിനിധികൾ മുതൽ ആരാധ്യ പുരുഷന്മാർ വരെ ഇതിലുണ്ടെന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. 2019 ഡിസംബർ 31-നാണ് റിപ്പോർട്ട് ഹേമ കമ്മിറ്റി സർക്കാരിന് നൽകുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും കാലം ഈ റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ല എന്നത് വലിയൊരു ചോദ്യമാണ്. ഉള്ളടക്കം കിട്ടാൻ അല്ലെങ്കിൽ നിയമക്കുരുക്കുകളിൽ പെട്ട് ഇതൊന്ന് പുറത്തു വരാൻ വേണ്ടി എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നു. ഒടുവിൽ കിട്ടിയതാകട്ടെ അടർത്തിയ ഭാഗങ്ങളാണ്. രാഷ്ട്രീയ വിഷയം കൂടി ആയി കഴിഞ്ഞു ഇപ്പോൾ ഇത്. യുവജന സംഘടനകൾ സജീവമായി വിഷയം ഏറ്റെടുത്തു. പല കോണുകളിൽ നിന്ന് പ്രതിഷേധങ്ങളടക്കം ഉയർന്ന സാഹചര്യത്തിലേക്ക് വരെ പോകുന്നു. ഈ കേസിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇനി എന്തായിരിക്കും എന്നത് പോലീസ് എങ്ങനെ ഇതിനെ ഏറ്റെടുക്കുന്നു, ഈ കേസ് എങ്ങനെ കൊണ്ടുപോകുന്നു, അത് നോക്കി തന്നെയായിരിക്കും. പോലീസിന്റെ തുടർ നടപടി പോലെ തന്നെയാകും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഇനിയുള്ള ദിശ എന്ന് പറയുന്നത്. എന്തായാലും ആത്യന്തികമായി പ്രതിക്കൂട്ടിൽ ആരുമില്ലെങ്കിലും സെറ്റിൽ സ്ത്രീകൾക്ക് പ്രാഥമിക കൃത്യം നിർവഹിക്കാന്, വാതിൽ മുട്ടലുകൾ ഭയമില്ലാതെ ഉറങ്ങാന്, തുല്യ വേതനം ലഭിക്കാന്, വിവേചനം ഒഴിവാക്കാന്, സിരകളിൽ ലഹരി കയറുമ്പോൾ അവർക്ക് നേരെ ആരും തിരിയാതിരിക്കാന്, ഇതിനൊക്കെ നടപടികൾ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.